ഹരേ കൃഷ്ണ, സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഭാഗവത കഥകളിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് അവതാര കഥകളാണ്. അതിൽ മത്സ്യാവതാരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ അവതാരം കൂർമാവതാരം. ദുർവാസാവ് എന്നു പേരായി ഒരു മഹാമുനി ഉണ്ടായിരുന്നു. അദ്ദേഹം സംഹാരമൂർത്തിയായ ശിവനെയാണ് ഭജിച്ചിരുന്നത്. വളരെ വേഗം കോപിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമായിരുന്നു. ദേശസഞ്ചാരത്തിൽ തൽപരനായിരുന്ന ആ താപസൻ ഒരിക്കൽ സ്വർഗലോകത്തെത്തി. അവിടെ നന്ദനോദ്യാനത്തിൽ കൂടി ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ സുന്ദരിയായ ഒരു ദേവസ്ത്രീ കൽപ്പവൃക്ഷത്തിലെ പൂക്കൾ കൊണ്ട് കോർത്ത ഒരു മാലയുമായി ആ വഴിയെ വന്നു. മഹാമുനിയെ കണ്ടപ്പോൾ ആ മാല മുനിക്ക് സമർപ്പിച്ച് അദ്ദേഹത്തെ വന്ദിച്ച് അവൾ യാത്രയായി. ഈ മാലയും ഇട്ടുകൊണ്ട് ദുർവാസാവ് നടന്നു പോകുമ്പോൾ ദേവേന്ദ്രൻ ആ വഴി വന്നു. ദേവരാജാവ് മാമുനിയെ ഭക്തിയോടുകൂടി വന്ദിച്ചു നിന്നു. ഇതിൽ സന്തുഷ്ടനായി മുനി ആ മണം ധാരാളമുള്ള ആ മാല ഈ മുനിവരൻ ദേവേന്ദ്രനു കൊടുത്തു. ഈ മാലയും വാങ്ങി നമസ്കരിച്ച ശേഷം ദേവരാജാവ്, അതായത് ദേവേന്ദ്രൻ, തൻ്റെ ഐരാവതത്തിൻ്റെ പുറത്ത് കയറി പോയി. മാല മുടിയിൽ ചൂടുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. കാരണം ആ മാലയുടെ ഭംഗിയും അതിൻ്റെ വാസനയുമെല്ലാം ദേവേന്ദ്രനെ ആകർഷിച്ചു. അപ്പോൾ അത് മുടിയിൽ ചൂടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനാൽ അത് ഈ ആനയുടെ പുറത്ത് വച്ചിട്ട്, അതായത് ആ മസ്തകത്തിൻ്റെ ഭാഗത്ത് വച്ചിട്ട് മുടിയൊക്കെ ഒന്നഴിച്ച് കെട്ടുവാനൊരുങ്ങി. എന്നാൽ മാലയുടെ ഈ മണം, നല്ല സുഗന്ധം നിമിത്തം പറന്നെത്തിയ വണ്ടുകളുടെ ശല്യം കൊണ്ട് ആന മാല തുമ്പിക്കൈയിലെടുത്ത് കശക്കി തിന്നുകളഞ്ഞു. ഇത് മുടി ശരിയാക്കിക്കൊണ്ടിരുന്ന ഇന്ദ്രദേവൻ അറിഞ്ഞില്ല. പക്ഷേ ദുർവാസാവ് ഇത് കാണുന്നുണ്ടായിരുന്നു. അല്ലേ, മുനിവരൻ ദുർവാസാവ് എന്ന മഹർഷി ഇത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ദ്രൻ തന്നെ അപമാനിക്കുകയായിരുന്നു എന്ന് തെറ്റിദ്ധരിച്ചു. ആര്? മുനിക്ക് വലിയ കോപമുണ്ടായി. അദ്ദേഹം ദേവേന്ദ്രനെ ഇങ്ങനെ ശപിച്ചു. ദേവേന്ദ്ര, ഞാൻ തന്ന മാല നിസ്സാരമെന്ന് വിചാരിച്ച് ആനയെക്കൊണ്ട് നീ നശിപ്പിച്ചു. അങ്ങനെ നീ എന്നെ അപമാനിച്ചിരിക്കുന്നു. അതിനാൽ നിന്റെ ധനവും പ്രതാപവും എല്ലാം നശിച്ചു പോകട്ടെ. നിന്നെ ജരാനര ബാധിക്കട്ടെ. ദേവന്മാരെല്ലാം മനുഷ്യരെപ്പോലെ അധപ്പതിച്ച് അസുരന്മാരോട് യുദ്ധത്തിൽ പരാജയപ്പെടട്ടെ. ഇങ്ങനെ ഈ മുനി ശപിക്കുകയാണ് ദേവേന്ദ്രനെ. ഈ ശാപ വാക്കുകൾ കേട്ട് വിഷണ്ണനായ ദേവേന്ദ്രൻ പെട്ടെന്ന് ആനപ്പുറത്തു നിന്നും ഇറങ്ങി ദുർവാസാവിൻ്റെ കാൽക്കൽ വീണ് ശാപമോക്ഷത്തിനായി പ്രാർത്ഥിച്ചു. അപ്പോൾ ദേവേന്ദ്രൻ്റെ നിരപരാധിത്വം മനസ്സിലാക്കിയ ഈ മുനി ഇങ്ങനെ അരുളി ചെയ്തു. പാൽക്കടൽ കടഞ്ഞ് അമൃതെടുത്ത് ഭക്ഷിക്കുക. നിങ്ങളുടെ ജരാനരയും ദുഃഖവും ദാരിദ്ര്യവും ഒക്കെ മാറി പണ്ടത്തേതിലും അധികം സുഖമായി ജീവിക്കുവാൻ നിങ്ങൾക്ക് ഇടയാകും. ഇത്രയും പറഞ്ഞിട്ട് ദുർവാസാവ് മുനി യാത്രയായി. ഇന്ദ്രനും ദേവന്മാരും തങ്ങൾക്ക് പറ്റിയ ആപത്തിനെക്കുറിച്ചോർത്ത് വളരെയധികം വിഷമിക്കുകയും അവർ അത് ബ്രഹ്മാവിനോട് സവിസ്തരം പറയുകയും ചെയ്തു. ദയാലുവായ അദ്ദേഹം ദേവന്മാരെ കൂട്ടിക്കൊണ്ടുപോയി മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. മഹാവിഷ്ണു പാൽക്കടൽ കടയുന്നതിനായി അനുകമ്പാപൂർവം അവരെ പ്രേരിപ്പിച്ചു. കൂടാതെ ദേവന്മാർക്ക് വിജയമുണ്ടാകുമെന്ന് ആശംസിക്കുകയും ചെയ്തു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സന്തുഷ്ടരായ ദേവന്മാർ അസുര രാജാവായ മഹാബലിയെ കണ്ട് കടൽ കടയുന്നതിന് സഹായിക്കണമെന്ന് അപേക്ഷിച്ചു. അദ്ദേഹം അപ്രകാരം അത് സമ്മതിക്കുകയും ചെയ്തു. മഹാബലി ചക്രവർത്തി നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, നമ്മൾ ഓണമൊക്കെ ആഘോഷിക്കുന്ന മഹാബലി, ആ ചക്രവർത്തി തന്നെയാണിത്. അപ്പോൾ മഹാബലിയെ കണ്ട് ഈ സങ്കടം പറഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് കടൽ കടയുന്നതിന് മന്ദരപർവ്വതത്തെ മത്തായി ഉപയോഗിക്കുവാൻ അവർ തീരുമാനിച്ചു. ആ പർവ്വതത്തിലെത്തി
അതിനെ പിഴുതെടുക്കുവാൻ അവർ അത്യന്തം പരിശ്രമിച്ചു. പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. പർവ്വതത്തെ പിഴുതെടുക്കാൻ സാധിക്കുന്നില്ല. അവർ അങ്ങനെ നിരാശപ്പെട്ടിരിക്കുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ ആജ്ഞപ്രകാരം ഗരുഡദേവൻ വന്ന് പർവ്വതത്തെ എടുത്തുകൊണ്ട് പാൽക്കടലിലേക്ക് പറന്നു. ദേവന്മാരും അസുരന്മാരും വളരെ സന്തോഷിച്ചു. അവർ പാൽക്കടലിലേക്ക് തിരിച്ചു. ഈ ഗരുഡൻ്റെ പുറകെ അവരും പാൽക്കടലിലേക്ക് വന്നു. അവിടെ എത്തിയപ്പോൾ പർവ്വതം കടലിൽ കിടക്കുന്നതായിട്ടാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഗരുഡദേവൻ അതുകൊണ്ട് കടലിൽ നിർത്തി. സമുദ്ര മഥനത്തിനായി എല്ലാവരും ഒരുമ്പിട്ടു. മഥനം എന്ന് പറഞ്ഞാൽ എന്താണ്? കടയുക. മഹാവിഷ്ണുവും പരമശിവനും ബ്രഹ്മാവും എല്ലാവരും അവിടെ എത്തി. മഹാവിഷ്ണുവിൻ്റെ താല്പര്യമനുസരിച്ച് ഭഗവാൻ ശിവൻ വാസുകി എന്ന മഹാസർപ്പത്തെ വരുത്തി മന്ദരപർവ്വതത്തെ ചുറ്റിക്കിടക്കുവാൻ ആജ്ഞാപിച്ചു. നമുക്ക് കടയണമെങ്കിൽ എന്ത് വേണം? കയറ് വേണം അല്ലേ? മന്ദരപർവ്വതത്തെ കയറായിട്ട് അവർക്ക് കടയാനായിട്ടാണ് ഈ വാസുകി എന്ന മഹാസർപ്പത്തെ വരുത്തിയത്. വാസുകി എന്ന മഹാസർപ്പം മന്ദരപർവ്വതത്തെ ചുറ്റിക്കിടന്നു. ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ഈ വാസുകി അങ്ങനെ തന്നെ അനുസരിച്ചു. കടയുവാനുള്ള മത്തും കയറും തയ്യാറായി. അപ്പോൾ ഇവിടെ മത്തായിട്ട് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? മന്ദരപർവ്വതം അല്ലേ? കയറായിട്ടോ വാസുകി എന്ന മഹാസർപ്പവും. അങ്ങനെ താമസം കൂടാതെ തന്നെ ദേവന്മാരും അസുരന്മാരും സമുദ്രമഥനം ആരംഭിച്ചു. ദേവന്മാർ വാസുകിയുടെ തലയറ്റം പിടിക്കാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഈ അസുരന്മാരുണ്ടല്ലോ, അവർ പ്രതിഷേധിച്ചു. അവരുടെ പ്രതിഷേധം നിമിത്തം ഈ ദേവന്മാർക്ക് വാലറ്റത്താണ് പിടിക്കേണ്ടതായി വന്നത്. ഈ അസുരന്മാർ വാസുകിയുടെ തലയ്ക്കും ദേവന്മാർ വാലിലും പിടിച്ചുകൊണ്ട് കടയുവാൻ ആരംഭിച്ചു. പരസ്പരം മത്സരിച്ചുകൊണ്ട് ദേവന്മാരും അസുരന്മാരും കടച്ചു തുടർന്നു. അപ്പോൾ മന്ദരപർവ്വതം ഒരു പമ്പരം പോലെ കറങ്ങിത്തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ അങ്ങനെ മന്ദരപർവ്വതം കറങ്ങി നല്ല സ്പീഡിൽ പമ്പരം പോലെ കറങ്ങാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ പർവ്വതം എന്താ പറ്റിയത്? പാൽക്കടലിലേക്ക് താണുപോയി. അപ്പോൾ ഇരു കൂട്ടരും പേടിച്ചു. അവർ കടയുന്നത് നിർത്താൻ ശ്രമിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. പർവ്വതത്തെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടും ഫലമുണ്ടായില്ല. പർവ്വതം ആഴങ്ങളിലേക്ക് താന്നുപോയി. പർവ്വതം അങ്ങ് പാതാളത്തിലേക്ക് താഴുക തന്നെ ചെയ്തു. സർപ്പപാശത്തെ വിട്ട് അവർ എല്ലാവരും വിഷണ്ണനായി നിന്നു. പാശം എന്താണ്? കയറ്. സർപ്പത്തെ അവർ കയറാക്കിയാണ് ഇങ്ങനെ കടഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവരിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ദേവന്മാർ അവരുടെ ആപത്തുകളിലൊക്കെ എപ്പോഴും സഹായിക്കുന്നവരാണ് ഭഗവാൻ മഹാവിഷ്ണുവാണ്. അപ്പോൾ ദേവന്മാർ അതായത് ആപത്തിൽ സഹായിക്കുന്ന ബന്ധുവായ മഹാവിഷ്ണുവിനെ സ്തുതിച്ച് സഹായം അപേക്ഷിച്ചു. കരുണാനിധിയായ ഭഗവാൻ തൻ്റെ ദേവന്മാരെ ഈ വിപത്തിൽ നിന്നും രക്ഷിക്കുവാൻ സന്നദ്ധനായി. ഇതിനു വേണ്ടി ഒരു പുതിയ അവതാരം തന്നെ അദ്ദേഹം കൈക്കൊണ്ടു. അതിൻ്റെ ആവശ്യമായി വന്നു അദ്ദേഹത്തിന്. ആർക്ക്? ഭഗവാന്. അതാണ് കൂർമാവതാരം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ കേൾക്കുന്നത് എന്താണ്? കൂർമാവതാരത്തെ പറ്റിയാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് കൂർമാവതാരം കൈക്കൊള്ളുന്നതെന്ന് നിങ്ങൾക്ക് ആയിക്കാണുമല്ലോ. ഈ മന്ദരപർവ്വതം സമുദ്രത്തിൻ്റെ പാതാളത്തിലേക്ക് താഴ്ന്നുപോയ മന്ദരപർവ്വതത്തെ ഉയർത്തി നിർത്തുന്നതിനായിട്ട് ഭഗവാൻ കൂർമ്മമായിട്ട് അവതരിച്ചു. കൂർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ആമയുടെ അവതാരം. ഭഗവാന്റെ രണ്ടാമത്തെ അവതാരമാണ് കൂർമാവതാരം. അങ്ങനെ ഭഗവാൻ കൂർമാവതാരം കൈക്കൊണ്ടു. മഹാവിഷ്ണു ആമയുടെ രൂപം പൂണ്ട് അവരെ സഹായിക്കാനെത്തി. ആ മഹാകൂർമ്മത്തിന് 1,00,000 യോജന നീളമുണ്ടായിരുന്നു. യോജന എന്ന് പറയുന്നത് എന്താ? മീറ്റർ കണക്കിന് നീളമുണ്ടായിരുന്നത്രേ. ഈ കാഴ്ച കണ്ട് ദേവന്മാരും അസുരന്മാരും വിസ്മയിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഈ മഹാകൂർമ്മം, അതായത് ഈ വലിയ ആമ പാലാഴിയിൽ മഞ്ജനം ചെയ്തു എന്ന് പറഞ്ഞാൽ മുങ്ങി പോയി. പാലാഴിയിലേക്ക്, നദിയിലേക്ക് അങ്ങ് മുങ്ങി താണുപോയി.
കടുപ്പമേറിയ തൻ്റെ മുതുകിൽ, ഈ ആമയുടെ മുതുകത്ത് എന്താ ഉള്ളത്? പുറത്തൊരു പുറന്തോടുണ്ടല്ലേ. ആ പുറത്ത് മന്ദരപർവ്വതത്തെ താങ്ങിക്കൊണ്ട് മഹാവിഷ്ണു ഉയർന്നു. അപ്പോൾ പർവ്വതം ഇങ്ങനെ പൊങ്ങി വന്ന് യഥാസ്ഥാനത്ത് നിന്നു. അപ്പം മന്ദരപർവ്വതത്തെ പുറത്ത് വച്ചുകൊണ്ട് മഹാവിഷ്ണു ആമയുടെ അവതാരം കൊണ്ട് ഇങ്ങനെ പൊക്കിക്കൊണ്ടുവന്നു. ഇത് കണ്ട് ദേവന്മാരും ദാനവന്മാർ എന്ന് പറഞ്ഞാൽ അസുരന്മാർ, അവർ രണ്ടുപേരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. മുനിമാരെല്ലാം ഇത് കണ്ടിട്ട് വേദോച്ചാരണം ചെയ്തു, ഭഗവാനെ സ്തുതിച്ച് പാടാൻ തുടങ്ങി. മേഘങ്ങളാണെങ്കിലോ പുഷ്പവർഷം ചെയ്തു അല്ലേ. മഴയാണ് നമ്മൾ വർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? മഴ. പുഷ്പങ്ങൾ കൊണ്ട് മഴ പെയ്യിച്ചു. മന്ദരപർവ്വതത്തെ മനുഷ്യരുടെ മനസ്സ് ദുഃഖനിമിത്തം ഇടിയുമ്പോൾ ഈശ്വര സ്മരണ അതിനെ ഉയർത്തുമെന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ അവരുടെ സങ്കടം കണ്ടപ്പോൾ മന്ദരപർവ്വതത്തെ പോലെ, അതുപോലെ തന്നെയാണ് മന്ദരപർവ്വതം വന്നല്ലേ അവരുടെ ദേവന്മാരുടെ ദുഃഖം മാറ്റിയല്ലോ. അതുപോലെ നമ്മൾ മനുഷ്യരുടെ മനസ്സിലും ദുഃഖം വരുമ്പോൾ നമ്മൾ ഈശ്വരനെ സ്മരിക്കൂ, ആ ഭഗവാൻ നമ്മളെ ഉയർത്തും എന്നതിന് സംശയമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെയും ദേവകളും അസുരന്മാരും ഉത്സാഹത്തോടുകൂടി പാലാഴി കടയുവാൻ തുടങ്ങി. മന്ദരപർവ്വതത്തെ ചുറ്റിയിരുന്ന പാശം വാസുകി എന്ന സർപ്പമാണല്ലോ. ആ വാസുകിയുടെ തലയ്ക്ക് പിടിച്ച് വലിക്കുന്ന അസുരന്മാർ കുറേ കഴിഞ്ഞപ്പോൾ സർപ്പത്തിൻ്റെ ശ്വാസം തട്ടി തളർന്നു. അപ്പോൾ വിഷ്ണുദേവൻ തനിച്ച് തൻ്റെ തൃക്കൈകളാൽ, ഭഗവാൻ തന്നെ എന്നാ ചെയ്യുന്നു? തൻ്റെ സ്വന്തം കൈകളാൽ സർപ്പത്തിൻ്റെ തലയും വാലും ഒരുപോലെ പിടിച്ചിട്ട് കടയാൻ തുടങ്ങി. അവർ കടഞ്ഞുകൊണ്ടിരുന്ന ദേവന്മാരും അസുരന്മാരും അവർ വലഞ്ഞു കുഴഞ്ഞു. അപ്പോൾ ഭഗവാൻ തന്നെ കയ്യിലും പിടിച്ചു, വാലിലും പിടിച്ചു, തലയിലും പിടിച്ചു, ഇങ്ങനെ കടയാൻ തുടങ്ങി. ഇത് കണ്ട് ആശ്ചര്യപ്പെട്ട് ദേവകളും ഇന്ദ്രനും ബ്രഹ്മാവും മാമുനിമാരും എല്ലാവരും മഹാവിഷ്ണുവിനെ വന്നിച്ച് സ്തുതിച്ചു പാടി. അങ്ങനെ തകൃതിയായി പാൽക്കടൽ കടയുമ്പോൾ വാസുകി എന്ന സർപ്പത്തിൻ്റെ മുഖത്തു നിന്നും കാളകൂട വിഷം പുറത്തു ചാടി. അപ്പോൾ എല്ലാവരും ഭയപ്പെട്ടു. കാരണം ഇത് ഭൂമിയിൽ വീണാൽ ഭൂമി നശിക്കും, നദിയിൽ വീണാൽ നദി നശിക്കും, എന്ത് ചെയ്യും എന്ന് എല്ലാവരും ഭയപ്പെട്ട് നിൽക്കെ ആ സമയം ഭയങ്കര ദയാനിധിയായിട്ടുള്ള നമ്മുടെ ഭഗവാൻ ശിവൻ മന്ദഹസിച്ചുകൊണ്ട് ആ വിഷമെടുത്ത് അങ്ങ് ഒരു കൂസലും കൂടാതെ അങ്ങ് കുടിച്ചു. അങ്ങനെ കുടിച്ച വിഷത്തിൻ്റെ ദുഷിച്ച ശക്തി മുഴുവനും ശിവൻ്റെ കണ്ടത്തിൽ വെച്ച് അങ്ങ് ശമിച്ച് അവിടെ അങ്ങ് തങ്ങി നിന്നു. എന്നാൽ ആ നീല നിറമായിട്ട് ആ കണ്ടം കഴുത്ത് നീല നിറമാകുകയാണ് ചെയ്തത് ഭഗവാൻ ശിവൻ്റെ കഴുത്തിൽ സ്ഥിരമായിട്ട് ആ നീല നിറത്തിൽ അങ്ങനെ പതിഞ്ഞു ആ വിഷം, കാളകൂട വിഷം. അന്ന് തൊട്ടാണ് ഭഗവാൻ ശിവന് നീലകണ്ഠൻ എന്ന് പേരുണ്ടായത്. പിന്നെയും ദേവകളും അസുരന്മാരും കൂടി പാലാഴി ഇങ്ങനെ കടഞ്ഞു തുടങ്ങി. കുറേ നേരം അങ്ങനെ കടഞ്ഞപ്പോൾ കൽപ്പവൃക്ഷവും കാമധേനുവും ഐരാവതം എന്ന് പറയുന്ന പേരായ ആനയും ഉച്ചൈസ്രവസ് എന്ന കുതിരയും പിന്നെ പാൽക്കടലിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വന്നു. ഇതൊക്കെ ആരെടുത്തു? ദേവേന്ദ്രൻ ഇവയെല്ലാം എടുത്തു. അല്പനേരം കഴിഞ്ഞാണ് അമ്പിളിക്കല ഉയർന്നു വന്നു. അമ്പിളിക്കല ആ പാലാഴിയിൽ നിന്ന് ഇങ്ങനെ കടഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അത് പൊങ്ങി വന്നു. അത് ഭഗവാൻ ശിവനെടുത്ത് സ്വന്തം ശിരസിലണിഞ്ഞു. കണ്ടിട്ടില്ലേ ഭഗവാന്റെ ചിത്രത്തിൽ തലയിൽ അമ്പിളിക്കല ഇരിക്കുന്നത്? ഇങ്ങനെയാണ് പാലാഴി കടഞ്ഞപ്പോൾ കിട്ടിയതാണ് ഈ അമ്പിളിക്കല. അങ്ങനെയാണ് ഭഗവാൻ ശിവൻ്റെ നെറുകയിൽ ഈ അമ്പിളിക്കല വന്നതെന്ന് മനസ്സിലായല്ലോ. പിന്നീട് പൊങ്ങി വന്നു വാരുണി എന്ന ദേവി. ആ ദേവിയെ അസുരന്മാരങ്ങോട്ട് കൈക്കലാക്കി. അപ്പോൾ ഈ ദേവിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മദ്യപാനം, കലഹം, അഹങ്കാരം തുടങ്ങിയ ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവൻ പ്രേരിപ്പിക്കുന്ന ഒരു ദേവതയാണ് ഈ വാരുണി. അതിനെയാണ് ഈ അസുരന്മാർ എടുത്തത്. വീണ്ടും കുറേ നേരം ചെന്നപ്പോൾ ഇങ്ങനെ കടഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പാൽക്കടലിൽ നിന്നും ലക്ഷ്മി ദേവി ഉയർന്നു വന്നു. ആ ലക്ഷ്മി ദേവിയെ മഹാവിഷ്ണുവിൻ്റെ സന്നിധിയിൽ എഴുന്നള്ളി മഹാവിഷ്ണുവിന് ലക്ഷ്മി ദേവി ഗളത്തിൽ മാലയിട്ടു, കഴുത്തിൽ മാലയിട്ടു ദേവന്
ഭഗവാൻ വിഷ്ണുവിനെ ഭർത്താവായി ലക്ഷ്മി ദേവി സ്വീകരിച്ചു. അടുത്തതായി ധന്വന്തരി എന്ന ദേവനാണ് സമുദ്രത്തിൽ നിന്ന് പൊങ്ങി വന്നത്. നമുക്കറിയാം അല്ലേ, ഗുരുവായൂരപ്പൻ ധന്വന്തരി മൂർത്തിയാണ്. ധന്വന്തരി എന്ന ദേവൻ പൊങ്ങി വന്നു. അമൃതം നിറഞ്ഞ ഒരു കുടം വഹിച്ചുകൊണ്ടാണ് ധന്വന്തരി വന്നത്. സമുദ്രതീരത്ത് വന്നപ്പോൾ ബ്രഹ്മാവും ദേവന്മാരൊക്കെ ഇങ്ങനെ വന്നിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ അഹങ്കാരികളായ അസുരന്മാർ പെട്ടെന്ന് ഈ അമൃതകുംഭം അങ്ങ് തട്ടിപ്പറിച്ചുകൊണ്ട് ഒറ്റ ഓട്ടം കൈക്കലാക്കി അവർ. അത് കണ്ട് ദേവേന്ദ്രന് ഭയങ്കര സങ്കടമായി. അദ്ദേഹം മഹാവിഷ്ണുവിനെ സ്തുതിച്ച് അസുരന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് അമൃത് വാങ്ങിച്ചു കൊടുക്കണമേ എന്ന് അപേക്ഷിച്ചു. അന്നേരം അതിസുന്ദരിയായ ഒരു സ്ത്രീ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആരായിരിക്കും അത്? നമ്മുടെ മഹാവിഷ്ണു ആണല്ലേ. വേഷം മാറി വരികയാണ് ഇവരെ രക്ഷിക്കാനായിട്ട്, ദേവന്മാരെ രക്ഷിക്കാനായിട്ട്. അന്നേരം അതിസുന്ദരിയായ ഒരു സ്ത്രീ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവളെ കണ്ടപ്പോൾ അസുരന്മാർ അമൃത് നിറഞ്ഞ ഈ കുടം ഉണ്ടല്ലോ, ആ സുന്ദരിയായ സ്ത്രീകളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഭാഗിച്ചു തരണമെന്ന് ഈ സുന്ദരിയായ സ്ത്രീയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ സുന്ദരി പറഞ്ഞു, ശരി, ഞാൻ അങ്ങനെ ചെയ്യാം, നിങ്ങളെല്ലാവരും ഇരിക്കൂ. അപ്പോൾ ദേവന്മാരും അസുരന്മാരും ഒരേ പന്തിയിലായിട്ട് ഇങ്ങനെ ഇരുന്നു. എല്ലാവരോടും കണ്ണടയ്ക്കണമെന്ന് ഈ സുന്ദരി ആവശ്യപ്പെട്ടു കേട്ടോ. എല്ലാവരും കണ്ണടച്ചിരിക്കണം, അപ്പോൾ ഞാൻ എല്ലാവർക്കും അമൃത് വിളമ്പിത്തരാമെന്ന് പറഞ്ഞു. ആ സ്ത്രീ എല്ലാവരോടും കണ്ണടയ്ക്കണമെന്ന് നിർബന്ധിച്ചു. അപ്രകാരം തന്നെ അവരെല്ലാവരും കണ്ണടച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക. അപ്പോൾ അമൃത് മുഴുവനും ഈ സുന്ദരിയായ സ്ത്രീ ആർക്ക് കൊടുത്തു? ദേവന്മാർക്ക് കൊടുത്തു. അതിനുശേഷം ആ സുന്ദരി അവിടെ നിന്നും അപ്രത്യക്ഷയായി, മറഞ്ഞു കളഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അസുരന്മാർ പതുക്കെ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കിയാണേ. അമൃതം മുഴുവനും ഞങ്ങൾക്കിതുവരെ ഞങ്ങളുടെ വായിൽ ഒഴിച്ചു തന്നില്ലല്ലോ. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എന്താ, അമൃതം മുഴുവൻ ദേവന്മാർ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക, ഒരു തുള്ളി പോലും അവർക്ക് ലഭിച്ചില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ സുന്ദരിയായി വന്ന സ്ത്രീ ഞങ്ങളെ കബളിപ്പിച്ചതാണെന്ന് അസുരന്മാർക്ക് മനസ്സിലായി. അവരെ പറ്റിച്ചെന്ന് മനസ്സിലായി, വിഡ്ഢികളാക്കിയെന്നവർക്ക് മനസ്സിലായി. അവിടെ ആ അതിസുന്ദരിയായ സ്ത്രീയായിട്ട് പ്രത്യക്ഷപ്പെട്ട് തങ്ങളെ ചതിച്ച് ദേവന്മാർക്ക് മാത്രം അമൃത് കൊടുത്ത് മറിഞ്ഞത് മഹാവിഷ്ണുവിൻ്റെ മായാശക്തിയാണെന്ന് അസുരന്മാർ തിരിച്ചറിഞ്ഞു. ഉടനെ അവർക്ക് എന്ത് വരും? ആർക്കാണേലും ഇത് വരും, ക്രോധം അല്ലേ, ദേഷ്യം വർദ്ധിച്ച അസുരന്മാർ ദേവന്മാരോട് യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ച ദേവന്മാർക്ക് ഈ അമൃതൊക്കെ കുടിച്ച് അവരിങ്ങനെ ബലവാന്മാരായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ അസുരന്മാർക്ക് ദേവന്മാരോട് ജയിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ അമൃതൊക്കെ കുടിച്ച് ബലശാലികളായി തീർന്ന ദേവന്മാർ ഒരു പ്രയാസവും കൂടാതെ അസുരന്മാരെയൊക്കെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു. ദേവന്മാർ ജയിച്ച് സന്തോഷഭരിതരായി. അങ്ങനെ ആമയായിട്ട് അവതരിച്ച്, അതായത് കൂർമ്മമായിട്ട് അവതരിച്ച് ഭക്തന്മാരുടെ അഭീഷ്ടം സാധിച്ചു കൊടുത്ത സർവേശ്വരനായ ഭഗവാനെ വാഴ്ത്തിക്കൊണ്ട് എല്ലാവരും സുഖമായി വാണു എന്നാണ് കഥ. അടുത്ത അവതാര കഥയ്ക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. മൂന്നാമത്തെ അവതാരം വരാഹാവതാരം.